എല്ലാവർക്കും ഇഷ്ടമുള്ള, എല്ലാവരും വളർത്താൻ ആഗ്രഹിക്കുന്ന, വെള്ളത്തിലും മണ്ണിലും ഒക്കെ നന്നായിട്ട് തഴച്ച് വളരുന്ന പെന്നിവാട്ട് എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ കെയറിങ് വീഡിയോയും മെയിൻറ്റെയിനിങ് വീഡിയോയും ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പെന്നിവാട്ട് എന്ന് പൊതുവേ പറയുന്നുണ്ടെങ്കിലും ഹൈഡ്രോകോട്ടയിലാണ് ഈ പ്ലാന്റ്. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന കൊടങ്ങലുമായിട്ട് ഏറെ സാമ്യത പുലർത്തുന്ന ഒരു പ്ലാന്റാണ്. ഏഷ്യൻ പെന്നിവാട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സെൻറ്റല്ല എന്നൊക്കെ പറഞ്ഞറിയപ്പെടുന്ന കൊടങ്ങലും നമ്മൾ ഒരുപാട് ഔഷധ മൂല്യങ്ങളുള്ള ബ്രഹ്മിയായിട്ടും അതുപോലെ തന്നെ ഉളുക്കിനൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന എഡിബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ് കൊടങ്ങൽ. പക്ഷെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഉള്ളൊരു പ്ലാന്റാണ് പെന്നിവാട്ട്. ഇതിനെ എങ്ങനെ വളർത്തിയെടുക്കാം എന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഒക്കെ ഈസിയാണ്. അപ്പോൾ സാധാരണ മണ്ണാണ് ഈ ഒരു പ്ലാന്റിങ്ങിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ചാണകപ്പൊടിയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. വേറെ ഒരു തരം വളങ്ങളോ ഇതിന് ആവശ്യമില്ല. സാധാരണ മണ്ണിൽ തന്നെ വളരുന്ന ഒരു വീഡ് ടൈപ്പാണ്. അതായത് കള പോലെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ശരിക്കാവും. ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്തിരുന്ന് ശ്വാസം മുട്ടിയിരുന്ന ആ ഒരു പ്ലാന്റിനെ ഇതുപോലുള്ളൊരു ടെറാക്കോട്ട പോട്ടിലാക്കി വെച്ചേക്കുവാണ്. പെന്നിവാട്ട് ഏറ്റവും അധികം ബുഷിയായിട്ട് വളരുന്നത് ഇതുപോലുള്ള മൺചട്ടികളിൽ വെക്കുമ്പോഴാണ്. പിന്നെ ആ ഒരു ചട്ടി വെച്ച് കളറൊക്കെ അടിച്ചെടുത്തപ്പോൾ കുറച്ചുകൂടെ ഗെറ്റപ്പ് ആയിട്ടുണ്ടേ ഉള്ളൂ. അപ്പോൾ നേരത്തെ നട്ട പ്ലാന്റ് തന്നെയാണ് കുറച്ച് നാൾക്ക് ശേഷം ഇതുപോലെ ലഷായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമ്മൾ എപ്പോഴും ഒരുപാട് ജലാംശമുള്ള സ്ഥലത്തായിട്ട് നമ്മൾ വെക്കാൻ ശ്രമിക്കണം. നമ്മൾ വെള്ളം ഒഴിക്കാൻ ഒരിക്കലും മറന്നു പോകല്. പെന്നിവാട്ട് നമ്മൾ ഈ വെള്ളത്തിൽ നടുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിലാകുമ്പോഴേക്കും നമ്മൾ വെള്ളം ഒഴിക്കാൻ മറന്നു പോകുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ നന്നായിട്ട് അതങ്ങ് നിന്നോളും. നമ്മൾ പ്രത്യേകിച്ച് കെയറിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം വെള്ളം ഒഴിക്കാൻ മറന്നു പോയതിന് ശേഷം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോഴേക്കും നല്ല ഉഷാറായിട്ട് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി പെന്നിവാട്ടിന് കൂടുതലായിട്ടുണ്ട്. ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഒക്കെ വളരെ ഈസിയാണ്. നമുക്ക് മാർക്കറ്റ് വാല്യൂ 40 രൂപ തൊട്ടാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേഞ്ച് പോകുന്നത്. 40 രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് പെന്നിവാട്ട്. അപ്പോൾ ഇതിനെ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓൺലൈൻ സെയിലൊക്കെ ചെയ്യാനായിട്ട് ഈസിയാണ് ഈ ഒരു പെന്നിവാട്ട് പ്ലാന്റ്. അപ്പോൾ വെള്ളത്തിൽ എത്ര വലിയ വെയിലത്ത് ഇരുന്നാലും വെള്ളത്തിലായതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വെയിലടിക്കുന്ന ഒരു സ്പോട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു പോണ്ടിൽ ഞാൻ പെന്നിവാട്ട് നടുന്ന സമയമൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ അന്നോട്ടേ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആയിരുന്നു പെന്നിവാട്ടിൻ്റെ കെയറിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കുന്നുണ്ട്. പക്ഷേ വെള്ളത്തിലായതുകൊണ്ട് തന്നെ യാതൊരുവിധ പ്രശ്നവും ഈ ഒരു പെന്നിവാട്ടിന് ഏൽക്കുന്നില്ല. ഇനി ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി പറഞ്ഞുതരാം. അപ്പോൾ ഈ പെന്നിവാട്ടിന് ഒരുപാട് റണ്ണേഴ്സ് ഉണ്ട്. റണ്ണേഴ്സ് എന്ന് പറയുമ്പോഴേക്കും ഇതുപോലെ ആ ഒരു പെന്നിവാട്ട് പ്ലാന്റിൽ നിന്ന് നീണ്ട് വളർന്ന് പോകുന്ന തണ്ടിൽ നിന്ന് ഒരുപാട് ലീവ്സ് ഇതുപോലെ നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കൂടുതൽ ഈസി. അപ്പോൾ ആ ഒരു പ്ലാന്റ് വാട്ടറിൽ ഇറക്കി വെക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത്. സോയിലിൽ വെക്കുമ്പോൾ ഈ ഒരു റണ്ണേഴ്സ് ഉണ്ട്, അതിൽ തന്നെ ചുറ്റി കിടക്കും. പിന്നെ ജലാംശം കൂടുതലുള്ളത് കൊണ്ടാണ് ഈ ഒരു സ്റ്റെമ്മിന് കണ്ട നല്ല കട്ടിയുണ്ട്. സാധാരണ മണ്ണിൽ വെക്കുമ്പോഴേക്കും ഇത്രയും കട്ടിയുള്ള സ്റ്റെംസ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു സ്റ്റെം ഇതുപോലെ ആ ഒരു റണ്ണർ മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്ത് നടുമ്പോഴേക്കും ഒരുപാട് പ്ലാന്റ്സിനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് റണ്ണേഴ്സ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റണ്ണേഴ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് പ്ലാന്റ് ചെയ്യാൻ എളുപ്പം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ റണ്ണേഴ്സിനെയൊക്കെ ഒന്ന് വെള്ളത്തിലാക്കിയിട്ട് ഒന്ന് കെട്ടി തൂക്കിയോ അവിടെ എവിടെയൊക്കെ ഒന്ന് വെച്ച് നോക്കി. എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. ദിവസങ്ങൾ കടന്നുപോയി. എന്നിട്ടും പ്ലാന്റ് അതുപോലെ ഇരിക്കാൻ തുടങ്ങി. വളരെ ചെറിയ ഗ്രോത്ത് മാത്രമാണ് വെള്ളത്തിലായിരുന്നപ്പോഴേക്കും കിട്ടാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ മടുത്ത് ആ ഒരു റണ്ണേഴ്സിനെ എല്ലാം എടുത്ത് സോയിലിൽ നട്ടുവെച്ചു. അപ്പോൾ സോയിലിൽ നട്ടുവെച്ചതിന് ശേഷമാണ് ശരിക്കും നല്ല ഗ്രോത്ത് ആയത്. അപ്പോൾ മനസ്സിലായി പെന്നിവാട്ട് പ്ലാന്റ് വെള്ളത്തിലേക്കാളും കൂടുതൽ സോയിലിൽ ഇരിക്കുമ്പോഴാണ് ഒരുപാട് ഗ്രോത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു 3-4 പെന്നിവാട്ടിൻ്റെ ലീവ്സാണ് ആ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുഞ്ഞു നാമ്പുകളായിട്ട് പുതിയ ഇലകളെല്ലാം വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്കായാലും നിങ്ങൾ തന്നെ ആയാലും എവിടെന്നെങ്കിലും ഒരു ചെറിയൊരു സ്റ്റെം, ഒരു റൂട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റെമ്മ് കിട്ടുവാണെങ്കിൽ സോയിലിൽ പ്ലാന്റ് ചെയ്ത് വെക്കുക. നോർമൽ സോയിൽ മതി. ഒരുപാട് വളങ്ങളൊന്നും ഉള്ള മണ്ണിൽ കൊണ്ട് വെച്ചാൽ അത് അഴുകിപ്പോകും. അപ്പോൾ ആ നോർമൽ സോയിൽ വെച്ച് കൊടുക്കുമ്പോഴേക്കും ഇതുപോലെ പുതിയ റൂട്ട്സും പുതിയ തൈകളും ഒക്കെ ആയിട്ട് ആ പ്ലാന്റ് വളർന്നു വരും. അപ്പോൾ ഇത്രയുള്ളൊരു പ്ലാന്റിനാണ് ശരിക്കും 40 രൂപ ആകുന്നത്. ഇത്രയുള്ളൊരു 3-4-5 ലീവ്സൊക്കെയുള്ള ഇത്രയുള്ളൊരു പ്ലാന്റിന് നമുക്ക് 40 രൂപയ്ക്ക് മാർക്കറ്റ് വാല്യൂ.
അപ്പോൾ വളരെ സിമ്പിളാണ്. ഇത്ര കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഇതിന് സ്പോർട്സ് ഒക്കെ ഉണ്ട്. പ്ലാന്റിന് ഫ്ലവർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഗ്രോത്ത് ആയതിനു ശേഷമേ പൂക്കളൊക്കെ ഉണ്ടാവാറുള്ളൂ പെന്നിവേർട്ടിന്. അത്ര ഭംഗിയില്ലാത്ത ചെറിയ പൂമ്പൊടി പോലുള്ളൊരു ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിൽ പെന്നിവേർട്ട് നന്നായിട്ട് വളരും. വീട്ടിനകത്തും വളരും. അകത്തെ കണ്ടീഷനിലും വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പെന്നിവേർട്ടിനെ പറ്റിയിട്ട്, അതായത് ഹൈഡ്രോകോട്ടൈൽ വെർട്ടിക്കലാറ്റയെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഉറപ്പായിട്ടും അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം. പുതിയൊരു ക്രിയേറ്റീവ് ഐഡിയ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബൈ ബൈ.